RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപക്ഷവും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ 2026 വേൾഡ് കപ്പിലേക്ക് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പ്ലേ ഓഫ് മത്സരങ്ങളും കൂടി കഴിഞ്ഞാൽ വേൾഡ് കപ്പിന്റെ ഫിക്ചർ ഒരു രൂപം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളെ പോലെ തന്നെ ഞാനും ഓരോ ഫുട്ബോൾ പ്രേമികളും കാത്തിരിക്കുന്ന വേൾഡ് കപ്പിന് വേണ്ടി. അത് എത്രയും പെട്ടെന്ന് വേൾഡ് കപ്പ് ആ ഒരു മാമാങ്കത്തിലേക്ക് അടുക്കാൻ എല്ലാവരും കാത്തിരിക്കാന്ന് അറിയാം. അപ്പൊ അവരുടെ ഇഷ്ടപ്പെട്ട ടീമുകളൊക്കെ വേൾഡ് കപ്പിന് യോഗ്യത നേടി വിചാരിക്കുന്നു. ചില ടീമുകൾ ഇപ്പോഴും യോഗ്യതയ്ക്ക് വേണ്ടി പ്ലേ ഓഫ് കളിക്കുകയാണ്. പ്ലേ ഓഫ് കളിച്ച് കഴിഞ്ഞാൽ അറിയുള്ളൂ അവർക്ക് യോഗ്യത കിട്ടില്ലെന്ന്. അത് കുറച്ച് കട്ടിയാണ്. യൂറോപ്പിൽ നിന്ന് 16 ടീമുകളാണ് പ്ലേ ഓഫ് കളിക്കുന്ന, 4 ടീമുകൾക്കാണ് യോഗ്യത കിട്ടുള്ളൂ. അതേപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നായിട്ട് 2 ടീം, അങ്ങനെ മൊത്തം 6 ടീമുകൾക്കാണ് ഇനി ആ സ്പോട്ടിലേക്കുള്ളത്. 48 ടീമുകൾ അടങ്ങുന്ന പുതിയ വേൾഡ് കപ്പ്. ഏകദേശം ഡിസംബറിൽ വേൾഡ് കപ്പ് ഡ്രോ നടക്കും. മാർച്ചിലാണ് പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പൊ യൂറോപ്പിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ പറഞ്ഞാൽ കുറച്ച് കട്ടിയാണ്. ഈ 4 ടീമുകൾക്ക് അവസരമുള്ളൂ. അപ്പൊ നമുക്ക് യൂറോപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, അതേപോലെ ഒരു ഗ്രൂപ്പ് ഘട്ടങ്ങളായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. അപ്പൊ നമുക്ക് എ ഗ്രൂപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. എ ഗ്രൂപ്പിൽ ജേതാക്കളായിട്ടുള്ളത് ജർമ്മനിയാണ്. 6 കളിയിൽ നിന്ന് 5 വിജയവും 1 തോൽവി അടക്കം 15 പോയിന്റുമായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അവർ വേൾഡ് കപ്പിന് യോഗ്യത നേടി. 2ാം സ്ഥാനത്തുള്ള സ്ലോവേക്കിയാണ് 6 കളികളിൽ നിന്ന് 12 പോയിന്റുമായി 2ാം സ്ഥാനക്കാരായിട്ട് പ്ലേ ഓഫ് കളിക്കാൻ പോവുകയാണ്. 3ാം സ്ഥാനക്കാരായ നോർത്തേൺ അയർലാൻഡ് 9 പോയിന്റുമായിട്ട് 6 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റുമായിട്ട് ഇവർ യോഗ്യത നേടി. ഇവര് എങ്ങനെയാണ് അപ്പൊ 3ാമത്തെ സ്ഥാനക്കാർ എങ്ങനെയാണ് യോഗ്യത പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ ലാസ്റ്റ് നടന്ന നാഷണൽസ് ലീഗിലെ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് നേരിട്ട് പ്ലേ ഓഫ് കളിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. അവർ 3ാം സ്ഥാനക്കാരാണ്, 9 പോയിന്റേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ എനിക്ക് ഇതിൽ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവസാന മത്സരത്തിൽ ജർമ്മനിക്ക് സ്ലോവേക്കിയായിട്ട് ഭയങ്കര ഒരു മത്സരമൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങാനും ജർമ്മനി പരാജയപ്പെട്ടാലോ സ്ലോവേക്കിയ നേരിട്ട് യോഗ്യത നേടും, അതേപോലെ തന്നെ ജർമ്മനി പ്ലേ ഓഫ് കളിക്കേണ്ടി വരുന്നൊക്കെ കുറെ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ജർമ്മനി അവസാന മത്സരത്തിൽ അവരുടെ കരുത്ത് കാട്ടി അവര് നേരിട്ട് തന്നെ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കും. അപ്പൊ നമുക്ക് 2ാമത്തെ ഗ്രൂപ്പിൽ നിൽക്കുന്ന സ്വിറ്റ്സർലാൻഡ് 1ാം സ്ഥാനക്കാരെ 14 പോയിന്റ്, 6 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായിട്ട് സ്വിറ്റ്സർലാൻഡാണ് യോഗ്യത നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനക്കാരായിട്ട് കൊസോവോ 11 പോയിന്റുമായിട്ട് പ്ലേ ഓഫ് കളിക്കണം അവര്. അപ്പോ ഇവര് ആ ഗ്രൂപ്പിൽ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ സ്വീഡൻ ആകെ 2 പോയിന്റ് ഉള്ളവർക്ക് 4ാം സ്ഥാനക്കാരാണ്, പക്ഷെ അവർക്ക് യോഗ്യത കിട്ടിയിരിക്കുകയാണ്. 3ാം സ്ഥാനക്കാരായ സ്ലൊവേനിയക്ക് 4 പോയിന്റ് ഉണ്ട്, പക്ഷെ ഇവർക്ക് നമ്മുടെ നാഷണൽ ലീഗിലെ നല്ല മികച്ച പ്രകടനത്തിനാണ് ഇവർക്ക് നേരിട്ട് യോഗ്യത കിട്ടിയിരിക്കുന്നത് പ്ലേ ഓഫ് കളിക്കാനുള്ളത്. അടുത്ത ഗ്രൂപ്പായ സി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ സ്കോട്ട്ലാൻഡ് 6 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുമായിട്ട് അവർ വേൾഡ് കപ്പ് യോഗ്യത നേരിട്ട് നേടിയിരിക്കുകയാണ്. 2ാം സ്ഥാനത്തുള്ള ഡെൻമാർക്ക് 6 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുമായിട്ട് അവര് പ്ലേ ഓഫ് കളിക്കാൻ വേണ്ടി യോഗ്യത നേടിയിരിക്കുകയാണ്. അപ്പോൾ കളി തുടങ്ങുന്ന സമയത്ത് ഡെൻമാർക്കിന് 11 പോയിന്റും നമ്മുടെ സ്കോട്ട്ലാൻഡിന് 10 പോയിന്റുമാണ്. അപ്പൊ കളി തുടങ്ങി ആദ്യ ഗോള് സ്കോട്ട്ലാൻഡ് അടിക്കുകയാണ്. അതിനുശേഷം ഡെൻമാർക്ക് 57ാം മിനിറ്റിൽ സമനില നേടുന്നു. സ്കോട്ട്ലാൻഡ് 78ാം മിനിറ്റ് 2ാം ഗോൾ അടിക്കുന്നു. 82ാം മിനിറ്റിൽ ഡെൻമാർക്ക് സമനില നേടുകയാണ്. സമനില നേടി നിൽക്കുന്ന സമയത്ത് ഡെൻമാർക്കിന് ഈ ഒരു സമനില മതിയായിരുന്നു, പക്ഷെ സ്കോട്ട്ലാൻഡിന് അത് പോരായിരുന്നു. ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർക്ക് നേരിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ നേടാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 90+3 മിനിറ്റിൽ ഡെൻമാർക്കിന്റെ നെഞ്ച് പിളർത്തുകൊണ്ട് ആ ഒരു ഗോൾ വരുന്നത്. അതിനുശേഷം 98ാം മിനിറ്റിൽ അവർ 2ാമത്തെ ഗോൾ നേടുകയാണ്, 4ാമത്തെ ഗോൾ നേടുകയാണ്. അങ്ങനെ വേൾഡ് കപ്പിന് അതുവരെ 80ാം മിനിറ്റ് 93ാം മിനിറ്റ് വരെ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ഡെൻമാർക്കിനെ ഒരൊറ്റ അടിക്ക് മലർത്തി കിടത്തിയിട്ടാണ് സ്കോട്ട്ലാൻഡ് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത്. കളി തുടങ്ങി മാക് ടോമിനിയുടെ ഒരു കിടിലം ബൈസൈക്കിൾ ഗോളിലൂടെ സ്കോട്ട്ലാൻഡ് മുന്നിലെത്തുകയാണ്. അതിനുശേഷം 57ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഡെൻമാർക്ക് സമനില നേടുകയാണ്. അതിനുശേഷം തന്നെ 78ാം മിനിറ്റിൽ സ്കോട്ട്ലാൻഡ് വീണ്ടും ലീഡ് ഉയർത്തുകയാണ് 2-1. 82ാം മിനിറ്റിൽ ഡെൻമാർക്കിന്റെ ഗോള് തിരിച്ചു വരുന്ന സമനില ഗോള്. അപ്പോൾ ഈ സമനില ആയതുകൊണ്ട് ഡെൻമാർക്കിന് ഇനി ഒരു നേരിട്ട് വേൾഡ് കപ്പ് നേടാനുള്ള ക്വാളിഫൈ നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമനില മതിയായിരുന്നു. പക്ഷെ സ്കോട്ട്ലാൻഡ് അത് പോരായിരുന്നു. വിജയത്തിൽ കുറഞ്ഞൊന്നും അവർക്ക് വേൾഡ് കപ്പിൽ നേരിട്ട് യോഗ്യത നേടാൻ ഒന്നും നടക്കില്ല. അങ്ങനെ കളി പോയിക്കൊണ്ടിരിക്കുകയാണ്. 90 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുന്ന ആഡ് ഓൺ ടൈമിന് 6 മിനിറ്റാണ് ഉള്ളത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 90+3 മിനിറ്റിലാണ് സ്കോട്ട്ലാൻഡിന്റെ വിജയ ഗോൾ വരുന്നത്. അങ്ങനെ 3-2 ലീഡ് ചെയ്യാണ് സ്കോട്ട്ലാൻഡ്. 93ാം മിനിറ്റ് വരെ നമ്മുടെ ഡെൻമാർക്ക് വേൾഡ് കപ്പിൽ നേരിട്ട് യോഗ്യത നേടിയിരിക്കുകയാണ്. അതാണ് ഫുട്ബോൾ, 90 മിനിറ്റ് ഗെയിം എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് 3-2 ലീഡ് നിൽക്കണ ഡെൻമാർക്കിനെതിരെ സ്കോട്ട്ലാൻഡ്. ആ സമയത്ത് ഡെൻമാർക്ക് ആ ഒരു സമനില ഗോളിന് വേണ്ടി ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെൻമാർക്കിന്റെ മുഴുവൻ പ്ലേയേഴ്സും സ്കോട്ട്ലാൻഡിന്റെ ബോക്സിലാണ്. അവിടെ നിന്ന് അറ്റാക്കേഴ്സിന്റെ ആ ഒരു പ്രഷർ കൊടുത്തിട്ട് മാക്ലേൻ എന്ന് പറയുന്ന ചങ്ങായി ബോള് ഗ്രൗണ്ടിന്റെ സെന്ററിൽ നിന്ന് ഒരു ഷോട്ട് എടുക്കുന്നത്. അത് അത്ര അളന്ന് മുറിച്ചൊരു ഷോട്ടാണ്. ഗോളി പെനാൽറ്റി ബോക്സിന്റെ മുകളിലൂടെ ആ ബോൾ ഗോൾ വലയത്ത് ഇടുമ്പോൾ 4-2 വിജയം സ്കോട്ട്ലാൻഡ് സ്വന്തമാക്കണം. അതോടുകൂടി അവർക്കുള്ള വേൾഡ് കപ്പിലേക്കുള്ള ടിക്കറ്റ് സ്വന്തമാക്കണം.
എന്താല്ലേ കോരിത്തരിച്ചു പോയി ആ ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ തന്നെ ആ ഒരു കളി കാണാൻ പറ്റാത്ത ഒരു സങ്കടം ഭയങ്കരമായിട്ടുണ്ട്. ആ ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതായി. അപ്പോൾ അടുത്ത ഗ്രൂപ്പായ ഡി ഗ്രൂപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ് 6 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റുമായിട്ട് അവർ 1ാം സ്ഥാനക്കാരായിട്ടാണ് വേൾഡ് കപ്പിൽ യോഗ്യത നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനത്തുള്ള ഉക്രൈനാണ് 6 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായിട്ട് അവര് പ്ലേ ഓഫ് കളിച്ചിട്ട് വേണം ഇനി വേൾഡ് കപ്പിന് വരാൻ വേണ്ടിയിട്ട്. അടുത്ത ഗ്രൂപ്പായ എഫ് ഗ്രൂപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത്. അവർ 6 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുമായിട്ടാണ് അവർ വേൾഡ് കപ്പിന് നേരിട്ട് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. 2ാം സ്ഥാനത്തുള്ള റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് 6 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായിട്ടാണ് അവര് പ്ലേ ഓഫ് കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ അയർലൻഡിന്റെ കുറിച്ച് സംസാരിക്കാതെ ഈ ഗ്രൂപ്പ് വിടാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ അയർലൻഡിനെ കുറിച്ച് പറയാതിരിക്കാനും വയ്യ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ അവസാന മത്സരം അയർലൻഡ് വിസ് ഹംഗറി ആയിരുന്നു. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഹംഗറിക്ക് 8 പോയിന്റും അയർലൻഡിന് 7 പോയിന്റുമായിരുന്നു. 90 മിനിറ്റ് വരെ 2-2 സമനിലയിൽ പോയ ഒരു മത്സരം. ഹംഗറിക്ക് ഒരു സമനില മതിയായിരുന്നു വേൾഡ് കപ്പ് യോഗ്യത നേടാൻ വേണ്ടി. പക്ഷെ അയർലൻഡിന് വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർക്ക് വേൾഡ് കപ്പിന് ആദ്യമായിട്ട് കയറാൻ പറ്റില്ലായിരുന്നു. ഒന്നില്ലെങ്കിൽ വേൾഡ് കപ്പിന് പ്ലേ ഓഫിലെങ്കിലും എത്തണമെങ്കിൽ ചുരുങ്ങിയത് അവർക്കൊരു വിജയം വേണം. അപ്പൊ ആ വിജയത്തിനായിട്ടുള്ള കളിയായിരുന്നു. 90+3 മിനിറ്റില് നമ്മുടെ അയർലൻഡിന്റെ ഗോൾ കീപ്പർ സെന്ററിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നുണ്ട് പെനാൾട്ടി ബോക്സിലേക്ക്, ഡെൻമാർക്കിന്റെ പെനാൾട്ടി ബോക്സിലേക്ക്. അപ്പോൾ ഡെൻമാർക്കിന്റെ ഡിഫൻഡേഴ്സും അതേപോലെ അയർലൻഡിന്റെ പ്ലേയേഴ്സും കൂടി അതിനു വേണ്ടി ചാടുന്നുണ്ട്. ആ ബോൾ ഹെഡിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ബോൾ ഇങ്ങനെ പെനാൾട്ടി ബോക്സിനുള്ളിൽ പതിച്ച് ഇങ്ങനെ ഗോൾ കീപ്പറിന്റെ കയ്യിലോട്ട് പോകണം. എല്ലാവരും ചോദിച്ചു ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നത്. അപ്പോഴാണ് പോർച്ചുഗലിനെതിരെ 2 ഗോൾ അടിച്ച പാരറ്റ് എന്ന ചങ്ങായി ജസ്റ്റ് ഒന്ന് ചിപ്പ് ചെയ്യണം ആ ബോളിനെ. 90+6 മിനിറ്റ് ആയിരിക്കുന്ന സമയം ഗോളിയെ കബളിച്ചുകൊണ്ട് ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് ആ ബോൾ ഇങ്ങനെ കയറാണ്. ഐറിഷ് കാണികളൊക്കെ ഒന്നും വിശ്വസിക്കാനാവാതെ ആ ഗ്രൗണ്ട് മൊത്തം നിറഞ്ഞു നിൽക്കായിരുന്നു. ഒരു എന്താ പറയാ, വാക്കുകളില്ല. ഞാൻ ഈ കളിയും ഹൈലൈറ്റ്സാണ് കണ്ടത്. പക്ഷെ ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ കളി ലൈവായിട്ട് കാണാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ. എനിക്ക് ആ കളി കണ്ടപ്പോൾ ഓർമ്മ വന്നത് പാരീസിനെതിരെ PSG-ക്കെതിരെ ബാഴ്സലോണ 6-1 വിജയം നേടിയിട്ടുണ്ടായിരുന്നു. അതിൽ അവസാനം ഒരു ഗോള് പറഞ്ഞിട്ടുണ്ട്. ഏകനായിരുന്നു അന്ന് ആ ബോൾ കൊടുത്ത് നെയ്മറിലൂടെ സെർജിയോ റോബർട്ടോ ആ ഗോൾ നേടുമ്പോൾ ആ സ്റ്റേഡിയം മൊത്തം കത്തായിരുന്നു. അതേപോലൊരു ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. എന്ത് രസമായിരിക്കും. ഒരു ഭാഗത്ത് സങ്കടമാണ്. ഡെൻമാർക്ക് അതുവരെ ക്വാളിഫൈ നേടി എന്ന് പറഞ്ഞ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ നേടി എന്ന് പറഞ്ഞിട്ടിരുന്ന ടീമാണ്. അവർ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുകയാണ്. ഇനിയൊരു സെക്കൻഡ് ചാൻസ് ഇല്ല. അപ്പൊ ഈ 2 ഗ്രൂപ്പുകളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ആ അവസാന മത്സരത്തിൽ. ജി ഗ്രൂപ്പിലേക്ക് വരാൻ നെതർലാൻഡാണ് 8 മത്സരങ്ങളിൽ നിന്ന് 20 പോയിന്റുമായിട്ട് അവർ നേരിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പോളണ്ടാണ്, ലെവൻഡോസ്കിയുടെ പോളണ്ടാണ് 8 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുമായിട്ട് അവർ പ്ലേ ഓഫ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ഗ്രൂപ്പിലേക്ക് വരുന്നത് ഓസ്ട്രിയയാണ്. 8 മത്സരങ്ങളിൽ നിന്ന് 19 പോയിന്റുമായിട്ട് അവർ നേരിട്ട് ടിക്കറ്റ് എടുത്തപ്പോൾ ബോസ്നിയ 8 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുമായിട്ട് അവർ പ്ലേ ഓഫ് കളിക്കാനാണ്. അടുത്ത ഐ ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ നോർവേ ആണ്. 8 മത്സരങ്ങളിൽ നിന്ന് 24 പോയിന്റുമായിട്ട് നോർവേ ആണ് ആ ഗ്രൂപ്പിൽ നിന്ന് നേരിട്ട് ക്വാളിഫൈ നേടിയിരിക്കുന്ന വേൾഡ് കപ്പിലേക്ക്. ഇറ്റലിയാണ് ഇനി പ്ലേ ഓഫ് കളിച്ച് വരുന്നത്. അപ്പൊ ഇറ്റലിയുടെ കാര്യം കഴിഞ്ഞ 3 വേൾഡ് കപ്പിൽ യോഗ്യത കിട്ടിയിട്ടില്ല. അവർ യൂറോ കപ്പിൽ അവസാനമായിട്ട് യൂറോ കപ്പിൽ നല്ല പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ വേൾഡ് കപ്പ് വരുമ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. മറ്റരാസിയുടെ ആ പ്രശ്നത്തിന് ശേഷം ശരിക്കും ഒരു വേൾഡ് കപ്പ് പോലും നേരെ കളിക്കാൻ പറ്റില്ല ഇറ്റലിക്ക്. സിനദിസ്ഥാനായിട്ടുള്ള ആ ഒരു ഫൈനലിൽ നടന്ന ഒരു പ്രശ്നങ്ങളും റെഡ് കാർഡ് കിട്ടിയിട്ട് സിനദിസ്ഥാൻ റെഡ് കാർഡ് കിട്ടി സ്റ്റേഡിയം വിടുന്നത് പെനാൽറ്റിയിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ഇറ്റലി ആ ഒരു വേൾഡ് കപ്പ് മുത്തമിടുമ്പോഴും ആ വേൾഡ് കപ്പിന് നൊമ്പരങ്ങളുടെ കഥ പറയാനുണ്ട് അല്ലെ. ഫ്രാൻസ് അത്രയും വിജയിക്കുമെന്ന് വിചാരിച്ചൊരു കളിയാണ് ആ ഒരു ഫൗളിലൂടെ എല്ലാം മാറി മറിഞ്ഞത്. അപ്പൊ അതിനുശേഷം അവർക്ക് എന്തോ ഒരു ഇത് കിട്ടിയ പോലെയാണ് ഈ വേൾഡ് കപ്പിൽ യോഗ്യത കിട്ടാതെ മൂന്നും ഇതായി. അപ്പോൾ ഇറ്റലിയുടെ കോച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫോർമേഷനിൽ യൂറോപ്പിന് കുറെ ആധിപത്യങ്ങൾ കിട്ടുന്നില്ല, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു യൂറോപ്പിന്റെ ഇപ്പൊ ഈ ഒരു ഇതൊക്കെ നോക്കിയതിൽ ആകെ ഇറ്റലി മാത്രമാണ് ഇപ്പൊ പുറത്തു പോയ വമ്പന്മാര്. അതേപോലെ ജമൈക്ക, അതേപോലെ ആഫ്രിക്കയിലൊക്കെ നോക്കുമ്പോൾ ജമൈക്ക പോയിട്ടുണ്ട്. അങ്ങനെ കുറെ ടീമുകൾ പുറത്തായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുട്ടുനായകൾ പറയുന്നത് നോർവേ ആയിട്ടുള്ള പരാജയമാണ്, അവസാനത്തെ പരാജയമാണ് ഇവർക്ക് ഏറ്റവും വലിയ അടിയായത്. അപ്പോൾ അടുത്ത ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ജെ ഗ്രൂപ്പാണ്. ബെൽജിയാണ് 1ാം സ്ഥാനക്കാരായിട്ട് 8 മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റുമായിട്ട് അവർ നേരിട്ട് യോഗ്യത നേടിയിട്ടുണ്ട്. 2ാം സ്ഥാനക്കാരായിട്ട് വെയിൽസ് ആണ്. 8 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റുമായിട്ട് അവര് പ്ലേ ഓഫ് കളിക്കാൻ വരണം. 3ാം സ്ഥാനക്കാരായിട്ട് നോർത്തേൺ മാസിഡോണിയ 13 പോയിന്റുമായിട്ട്. ഇവർക്ക് നാഷണൽസ് ലീഗിലുള്ള ഗംഭീര പെർഫോമൻസിന്റെ ഇതിലാണ് അവർക്ക് പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഗ്രൂപ്പായ കെ ഗ്രൂപ്പിൽ നിന്ന് ഇംഗ്ലണ്ടാണ്. 8 മത്സരങ്ങളിൽ നിന്ന് 24 പോയിന്റുമായിട്ട് അവർ നേരിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനക്കാരായിട്ട് അൽബേനിയാണ്. 8 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായിട്ട് അവർ പ്ലേ ഓഫ് കളിക്കാൻ വരികയാണ്.
അപ്പോൾ അടുത്ത ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ എൽ ഗ്രൂപ്പാണ്. എൽ ഗ്രൂപ്പിൽ ക്രൊയേഷ്യയാണ് 8 മത്സരങ്ങളിൽ നിന്ന് 22 പോയിന്റുമായിട്ട് അവർ നേരിട്ട് വേൾഡ് കപ്പിൽ യോഗ്യത നേടിയിട്ടുണ്ട്. രണ്ടാമത്തെ ചെക്ക് റിപ്പബ്ലിക് ആണ്. അവർ 8 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റുമായിട്ട് പ്ലേ ഓഫ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത് നോർവേ ആണ്. നോർവേ അടിച്ച ഗോളുകൾ എന്ന് പറഞ്ഞാൽ 37 ഗോളുകൾ അടിച്ച് 5 ഗോളുകൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ. അതേപോലെ ഇംഗ്ലണ്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 22 ഗോൾ സ്കോർ ചെയ്തപ്പോൾ ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല. കഴിഞ്ഞ കളി കഴിയുന്നവരെ സ്പെയിനും അതായിരുന്നു. സ്പെയിൻ ഇതുവരെ ഗോളൊന്നും വഴിയുണ്ടായിരുന്നില്ല. പക്ഷേ അവസാന മത്സരത്തിൽ തുർക്കിക്കെതിരെ 2-2 സമനിലയിൽ പിരിയേണ്ടി വന്നു അവർക്ക്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്ര വലിയ ടഫുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനത്തെ 2 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലാൻഡ് വിസ് ഡെൻമാർക്കും അതേപോലെ തന്നെ അടുത്ത ഗ്രൂപ്പായ എഫ് ഗ്രൂപ്പിൽ റിപ്പബ്ലിക് ഓഫ് അയർലാൻഡും ഹംഗറിയും തമ്മിലുള്ള മത്സരം, ആ ഒരു ഗ്രൂപ്പ് ഒഴിച്ചു വെച്ചാൽ ബാക്കി എല്ലാ ഗ്രൂപ്പുകളും നമ്മൾ പ്രതീക്ഷ ആൾക്കാർ തന്നെയാണ് വേൾഡ് കപ്പിന് നേരിട്ട് യോഗ്യം നേടില്ല. ഇനി പ്ലേ ഓഫ് മത്സരങ്ങളാണ്. പ്ലേ ഓഫ് മത്സരങ്ങൾ 16 ടീമുകൾ മത്സരിക്കുന്നുണ്ട്. 16 ടീമുകളിൽ നിന്ന് 4 ടീമുകൾ പ്ലേ ഓഫിൽ നിന്ന് വേൾഡ് കപ്പിലേക്ക് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ യൂറോപ്പിന്റെ അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് നമ്മുടെ ഹാലൻഡാണ്. 16 ഗോളുകളാണ്. നോർവേയുടെ ഹാലൻഡാണ് 16 ഗോളുകൾ നേടി ടോപ്പ് സ്കോർ അയക്കുന്നത്. ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയത് ഒഡഗാർഡാണ്. അതും നോർവേയുടെ ഒരു പ്ലെയർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെ ടീമുകളാണ് പ്ലേ ഓഫ് കളിക്കാൻ പോകുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ 4 പൂളുകളായിട്ടാണ് പ്ലേ ഓഫ് വരുന്നത്. അതിൽ ഓരോ ടീമുകൾ സെമിഫൈനലിൽ കളിച്ച് ഫൈനലിൽ വിജയിക്കുന്ന ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള 4 ടീമുകൾക്കാണ് യോഗ്യത നേടുന്നത്. അപ്പോൾ ഇറ്റലി, ഡെൻമാർക്ക്, തുർക്കി, ഉക്രൈൻ, പോളണ്ട്, വെയിൽസ്, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവേക്കിയ, റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ്, അൽബേനിയ, ബോസ്നിയ, കൊവസോവോ, സ്വീഡൻ, റൊമേനിയ, നോർത്ത് മെസഡോണിയ, നോർത്തേൺ അയർലാൻഡ്, ഇത്രയും ടീമുകളാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ടീമുകളായിരിക്കും വേൾഡ് കപ്പിലേക്ക് 4 ടീമുകളായിട്ട് യോഗ്യത നേടുന്നത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീം ഏതാണെന്നുള്ള കൂടി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.